ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. ഇന്ന് വളരെ കോമൺ ആയി മാറിയിരിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മൾ പണ്ടത്തേക്കാളൊക്കെ ഇപ്പം വളരെ അധികം കേൾക്കുന്നുമുണ്ട്. നമുക്ക് പരിചയത്തിലുള്ളവർക്കുമൊക്കെ പലപ്പോഴും കേൾക്കുന്ന ഒരു അസുഖമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ചികിത്സാ ചെലവിനെ കുറിച്ചും എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കയ്യിൽ നിൽക്കാത്തതിൽ വളരെ ഭീമമായ തുകയാണ് പലപ്പോഴും ഇതിന് ആവശ്യം വരുന്നത്. അപ്പോൾ ക്യാൻസർ സുരക്ഷാ പദ്ധതിയിൽ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ചില ആശുപത്രികളെ കുറിച്ചാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ക്യാൻസർ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. അതിലൂടെ 2000-ലധികം പേർക്ക് 18 കോടി രൂപയുടെ ചികിത്സ ലഭ്യമാകാൻ സാധിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. നീണ്ടകാലം ചിലവേറിയ ചികിത്സ വേണ്ടിവരുന്ന ചെലവ് പരിമിതപ്പെടുത്തിയിട്ടില്ല. സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിൽ നിയോഗിച്ചിട്ടുള്ള സുരക്ഷാ മിഷന്റെ കൗൺസിലർമാർ വഴിയാണ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കുന്നത്. പദ്ധതിക്കായി പ്രത്യേക അപേക്ഷാ ഫോം ആവശ്യമില്ല. സുരക്ഷാ മിഷന്റെ കൗൺസിലർമാർ നടത്തുന്ന സാമ്പത്തിക സാമൂഹിക വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സാ ചെലവുകൾ വഹിക്കാൻ കഴിയാത്തതായി കണ്ടെത്തുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. APL BPL വ്യത്യാസമില്ലാതെ ഈ പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആശുപത്രികളുടെ ലിസ്റ്റാണ്. ഒന്ന്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി തിരുവനന്തപുരം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി തൃശൂർ, അതേപോലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ആലപ്പുഴ, കോഴിക്കോട്, കോട്ടയം, കണ്ണൂർ, പിന്നീട് IMCH മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ICH മെഡിക്കൽ കോളേജ് കോട്ടയം, റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം, ജനറൽ ആശുപത്രി എറണാകുളം, മലബാർ ക്യാൻസർ സെന്റർ കണ്ണൂർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി എറണാകുളം. ഈ ആശുപത്രികളിലാണ് ഈ സൗജന്യ ചികിത്സ, ക്യാൻസർ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സൗജന്യ ചികിത്സ ലഭിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് ലഭിക്കുന്നത്.